കേരള ടു മനാലി പാർട്ട് 5 ആണ്. അപ്പോൾ ലാസ്റ്റ് നമ്മൾ കണ്ടത് ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു മനാലിയിലെ ഏറ്റവും ഏറിയ കഫേ അവിടെയാണ് ഉള്ളത് എന്നുള്ളത്. അങ്ങനെ ആ കഫേയിൽ അടുത്ത ദിവസം നമ്മൾ പോയി. ഇന്ന് നമ്മൾ ഇവിടുന്ന് ഈ ലൊക്കേഷനിൽ നിന്ന് വിട പറയുകയാണ്. നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ മുന്നേ ഇതൊക്കെ വന്നൊന്ന് എടുത്തിട്ടുണ്ട്. ഇതാണ് ഏറ്റവും ഉയരം കൂടിയ കഫേ, മനാലിയിൽ വെച്ച് ഏറ്റവും ഉയരം കൂടിയത്. നമ്മൾ ഹോട്ട് ചോക്ലേറ്റ് ആണ് പറഞ്ഞത്. ഇവിടുത്തെ ഫുഡിൻ്റെ ഒക്കെ ഒരു രസം എന്താ വെച്ചാൽ നമുക്കൊരു ഇംഗ്ലീഷ് ടച്ച് ഫുഡാണ് ഇവിടെ മൊത്തമായിട്ട് ഇവർ സർവ് ചെയ്യുക, ഈ കഫേ സ്റ്റൈലിൽ മൊത്തം. അതിവിടെ വരുന്ന വിദേശികൾ അധികം ആയതുകൊണ്ടാവും, മേ ബി അവരാണ് ഈ കഫേയൊക്കെ അധികം യൂസ് ചെയ്യുന്നത്. ഇവിടെ ഒരു കോൾഡ് കോഫിയും കുടിച്ചിട്ട് ഇത് ഏകദേശം 250 രൂപയാണ് ഈ കോഫിക്ക് വരുന്നത് കേട്ടോ. കുടിക്കാൻ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. കൂൾ കോഫി മറ്റേ ഹോട്ട് ചോക്ലേറ്റ് അയക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആയിട്ടൊന്നുമില്ല, എന്തൊക്കെയാണ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇതാണ് ഇസാഖ് ഭായ് എല്ലാം നമ്മളൊന്ന് വാങ്ങിച്ച് എല്ലാവരും കൂടി ഷെയർ ചെയ്തത്. നമ്മൾ ബഡ്ജറ്റ് അങ്ങനെയാണല്ലോ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ടേസ്റ്റ് നോക്കുക എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് മെയിനായിട്ട്. ഇസാഖ് ഭായ് ഇപ്പോൾ ഒരു സിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കൊടുക്കണ്ടേ, അങ്ങനെ സാജി വാങ്ങി, സാജിയും ടേസ്റ്റ് ചെയ്ത്. സാജിൻ്റെ എക്സ്പ്രഷൻ എന്താണെന്ന് നോക്കി, ആൾക്ക് ഒരു എക്സ്പ്രഷനും ഇല്ല, ആളുടെ കുടിച്ച്. അപ്പോൾ ഇതിന് ഏകദേശം തണുത്തിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ പറയുന്നുണ്ട്, എന്താണെന്ന് ഓർമ്മ കിട്ടുന്നില്ല. എന്തായാലും അതിൻ്റെ ടേസ്റ്റ് ഇല്ല എന്നാണ് ആൾ ഉദ്ദേശിക്കുന്നത്. നമ്മളും അതിന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോസിങ്ങിലാണ് ഇതൊക്കെ കാട്ടിയിട്ട്. നിങ്ങൾ പാലേക്കുണ്ടാവും ഒരു ഹോട്ട് ചോക്ലേറ്റ് വാങ്ങിയിട്ട് എത്ര ആൾക്കാർ കുടിക്കാം. അത്യാവശ്യം വലിയൊരു ക്വാണ്ടിറ്റി തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരാൾക്ക് ഏകദേശം 1-2 മണിക്കൂർ സിപ്പ് ചെയ്ത് കുടിക്കാൻ പറ്റുന്ന മാതിരിയുള്ള ഇതാണ്. അതിൻ്റെ അടുത്ത് തന്നെ കോട്ടേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇവിടുത്തെ ഏത് പ്രോപ്പർട്ടിക്കും ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇവർ ആക്സസ് തരും. ഇവരെ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഞാൻ നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലും ഇതിലും കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഇവരുടെ അടുത്ത് വന്നിട്ട് നിങ്ങൾക്കൊരു നമ്മളൊരു എക്സ്പീരിയൻസ് വെച്ചാൽ അത്രക്കും ഇവർ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ തിരിച്ച് താഴേക്ക് ഇറങ്ങുന്ന വഴിയിലാണ് ഈ ഹഡിംബ ഉള്ളത്. ഈ ഹഡിംബയിൽ മഞ്ഞിൽ വരികയാണ് ഇതിനെക്കാട്ടി രസം കാണാൻ. ഇതിൻ്റെ ഹിസ്റ്ററിനെക്കാട്ടിയും ഇവിടെ മഞ്ഞിൽ കുളിച്ച് നിൽക്കുമ്പോൾ ഇത് വേറൊരു വൈബ് തന്നെ ഇവിടെ കാണാൻ. നേരത്തെ നിങ്ങൾ മഞ്ഞിൽ കണ്ട ലൊക്കേഷനാണ് കേട്ടോ അതൊക്കെ. നിങ്ങൾ 2 ദിവസം മുന്നേ ഇവിടെ മഞ്ഞുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അങ്ങനെ അവിടെ ഈ ഫോറസ്റ്റ് ഏരിയ എന്നാണ് അതിനെ കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ നടന്ന് ഇത് നമ്മൾ നേരെ മനാലി മാൾ റോട്ടിലേക്കാണ് ഈ പോയി കയറുക. ഇന്ന് നമ്മൾ മനാലിനോട് ഏകദേശം മനാലി ടൗണിനോട് ഏകദേശം വിട പറയുകയാണ്. അങ്ങനെ ഇതൊക്കെയാണ് അവിടുത്തെ ഇതിൻ്റെ ഭംഗി എന്നറിയാൻ. എന്തായാലും നിങ്ങൾ പോയി ആസ്വദിക്കും. ഇതിൽ ഓരോരോ ടൈമിൽ പോകുന്നവർക്കും ഓരോരോ എക്സ്പീരിയൻസാണ് കിട്ടുക. അങ്ങനെ മാൾ റോഡ് എത്തിയപ്പോൾ ഒരു അപ്പൂപ്പൻ അവിടെ ഇരുന്നിട്ടും മുട്ടയിൽ എന്തോ മസാല ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതൊക്കെ മേടിച്ച് കഴിച്ച്. ഇതിൻ്റെയൊക്കെ വീഡിയോ ഇൻസ്റ്റയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. തിരൂർ കിസാന പേജിൽ ഇത് മാത്രമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. മെയിൻ ഉദ്ദേശം മാൾ റോഡുള്ള ഫുഡ് എക്സ്പ്ലോർ ചെയ്യുക എന്നാണ് അടുത്തത്. അങ്ങനെ ഇതൊക്കെ ഒരു നല്ല പേടിനെ ഫുഡ് പോയ്സൺ അടിച്ചു പോകുമെന്ന്. പക്ഷേ നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇവിടെ പിന്നെ നമ്മൾ പോയത് ബദാം മിൽക്ക് കുടിക്കാനായിരുന്നു. ബദാം മിൽക്ക് മുതൽ ഇവിടുന്ന് അങ്ങോട്ട് കുടിക്കുന്ന എല്ലാ ഐറ്റവും പാളിപ്പോയിട്ടുണ്ടായിരുന്നു. ഇവർ മധുരം ഓക്കെയാണ്, മറ്റുള്ള കാര്യങ്ങളിലൊക്കെ നല്ല, ഈ ഐറ്റങ്ങളിലൊക്കെ കുഴപ്പമില്ല എന്ന് പറയാം. ബദാം മിൽക്കൊക്കെ ഇങ്ങനെ അടിച്ച് കാണാൻ നല്ല രസമാണ്. നമ്മൾ വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞപ്പോൾ ആൾ 2 അടി കൂടുതൽ അടിച്ചിട്ടുണ്ട്. ആറ്റാണിത്, ഹോട്ടായിട്ട് സെർവ് ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ ഒന്ന് ചൂടാറ്റണം എന്ന് പറഞ്ഞപ്പോൾ അവരൊന്ന് പിന്നെ വീഡിയോ എടുക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ആൾ നിർത്തുന്നല്ല. പിന്നെ തലങ്ങും ബലങ്ങും എടുത്തിട്ട് അടിക്കുകയായിരുന്നു. ഇത് കിട്ടിയപ്പോൾ ബദാം മിൽക്കൊക്കെ ചൂടൊക്കെ പോയി ആറിയിട്ടൊക്കെ കിട്ടിയത്. ഒരു നോർമൽ ഐറ്റം എന്ന് പറയാം. ബദാം മിൽക്കൊന്നും ആയിട്ടില്ല, മലമൊക്കെ ഇതിൽ കൂടെ സൈഡിൽ കൂടെ പോയിട്ടുണ്ടെന്നുള്ളൂ. അങ്ങനെ ഇതിൻ്റെ മേലെന്തൊക്കെ ഇട്ടെന്ന് നമുക്ക് സെർവ് ചെയ്ത് 50 രൂപയാണത്. നമ്മളെ എക്സ്പ്രഷൻ നോക്കിയാൽ തന്നെ അറിയാം ഇതിൽ
ജിൻഷ അതൊക്കെ കുടിച്ചിട്ട് ആദ്യമായിട്ട് കുടിക്കുകയാണ്. ഹക്കുവാണെങ്കിലും. പിന്നെ ഈ ഐറ്റം നിങ്ങൾ ഒരിക്കലും അവിടുന്ന് ട്രൈ ചെയ്യരുത്. ഈ ചൊറുക്ക് കണ്ടിട്ട് ഇത് വായിൽ വെച്ചാൽ തന്നെ നമുക്ക് ഓർമ്മ ഉള്ളൂ. ഒരു 10% കൊടുക്കുക. ഐസ്ക്രീം എന്നൊക്കെ പറഞ്ഞിട്ട് ആളെ പറ്റിക്കണതിന് ഏറ്റവും വലിയ ഇതാണ്. ഇത് കുടിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളിത് ട്രൈ ചെയ്യരുത്. ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും നല്ല അടിപൊളിയാണെന്നുള്ളത്. ഒരു ഇതുമില്ല. അങ്ങനെ ഞങ്ങൾ നേരെ ബസ് സ്റ്റാൻഡിലേക്ക് നടന്ന് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇവിടുന്ന് നേരിട്ടിട്ട് നമുക്ക് ഗർസ പോകുന്ന ബസ് കിട്ടുമെന്നാണ് പ്രതീക്ഷിച്ച് പോയത്. പക്ഷേ നമുക്ക് ഇവിടുന്ന് കുലു പോകണം. കുലു ബസ് സ്റ്റാൻഡിൽ നിന്ന് പിന്നെ ബുന്ദർ പോകണം. ഇന്ന് പോയിട്ട് നേരിട്ടിട്ട് ഗർസ എന്ന് പോയിട്ട് പൽഗി കയറാമെന്നാണ് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഞങ്ങൾ കുറച്ച് മാൾ റോഡിലൊക്കെ കുറച്ച് കറങ്ങിയപ്പോൾ ഇസാഖ് ഭായിൻ്റെ ടെമ്പറൊക്കെ തെറ്റി. ഇസാഖ് ഭായി നമ്മൾ എക്സ്പ്രസ് ചെയ്തില്ല കേട്ടോ. ആൾ കൺട്രോൾ ചെയ്ത് നിന്ന് നമ്മൾ മാൾ റോഡൊക്കെ കഴിഞ്ഞ് ബസ് കയറി നമുക്ക് കിട്ടിയത് കുലു ബസ്സായിരുന്നു. ഇനി കുലുക്ക് ഏകദേശം ഇവിടുന്ന് 1-2 മണിക്കൂർ യാത്ര ഉണ്ട്. നമ്മൾ ഏകദേശം ഒരു 6 മണി സമയത്ത് കയറിയിട്ട് ഒരു 8 മണിയാകുമ്പോഴത്തേനും അവിടെ എത്തും എന്നാണ് പറഞ്ഞത്. ദൂരം കുറവാണെന്നുണ്ടെങ്കിലും റോഡുകൾ വളരെ ദയനീയ അവസ്ഥ എന്നതിനെക്കാട്ടി പറയാം. പിന്നെ കയറ്റങ്ങളായിരുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ടൈം വ്യത്യാസം ഉണ്ടാവും. ഇത് ഇവിടുത്തെ ലോക്കൽ ബസ്സാണ്. ലോക്കൽ ബസ് നമ്മൾ KSRTCനെ കമ്പയർ ചെയ്യുമ്പോൾ അത് KSRTCയും നമ്മൾ ഇന്ത്യയിലുള്ള മറ്റ് സ്റ്റേറ്റിൽ നമ്മൾ പോയുള്ള അനുഭവം പറയുകയാണ്. അത് KSRTC തന്നെയാണ് അടിപൊളി കേട്ടോ. ഏത് ലോക്കൽ ബസ് നമ്മൾ നോക്കിയാലും അതിന് ഫുഡ് പേസ് വളരെ കുറവായിരിക്കും. KSRTC ഇങ്ങനെ പരന്ന് കിടക്കല്ലേ, റോഡ് നിറച്ചും. എത്രത്തോളം നമ്മൾ ഇരിക്കാൻ പറ്റുന്ന അതാണെന്നൊക്കെ നോക്കിയാലും മറ്റ് സ്റ്റേറ്റിന് ഈവൻ തമിഴ്നാട് മുതൽ അവിടെ നിന്നുള്ള എല്ലാ സ്റ്റേറ്റിനും നോക്കുമ്പോൾ കേരളം തന്നെയാണ്. കേരളം KSRTC കഴിച്ചിട്ടേ ഉള്ളൂ. നമ്മളിപ്പോൾ KSRTCന് എന്ത് കുറ്റം പറഞ്ഞാലും അതിൻ്റെ പൗഡ് വേറെ തന്നെ അതർ സ്റ്റേറ്റ് പോകുമ്പോഴേ മനസ്സിലാവുള്ളൂ. അങ്ങനെ ബസ് നീങ്ങി തുടങ്ങി. അങ്ങനെ ഓരോ നാട്ടുകാരൊക്കെ കയറി അവരവർ സീറ്റ് പിടിച്ച്. ഇവിടുത്തെ ലോക്കൽ ജീവിതം വളരെ രസകരമുള്ള പരിപാടിയാണ്. ഇവരെ ഡ്രസ്സിങ്ങും ഇവരൊക്കെ എല്ലാ ദിവസവും ഇങ്ങനെ ഡ്രസ്സ് ചെയ്ത് ഇറങ്ങണം. നമ്മളെ നാട്ടിലും ഇവരെയും കൂടി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്കൊരു ടീഷർട്ട് എടുത്തിട്ട് ടീഷർട്ടും പാൻറ്റും ഇട്ടിട്ട് പുറത്ത് കണ്ട് പോവാം. ഇവർക്ക് അങ്ങനെയല്ല. ഒരു കാഫ് വേണം. അങ്ങനെ കുറേ കാര്യങ്ങൾ, കോട്ട്, അങ്ങനെ ഇതൊക്കെ കൂടെ കണ്ടക്ടറും ഇവരും ഒക്കെ കൂടെ ഇട്ട് ഇതാണ് ബസ്സിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ. കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾ കുറച്ച് കുറഞ്ഞ് അടുത്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ 4 വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ എടുക്കുക. പിന്നെ അടുത്തത് വന്നപ്പോൾ അടുത്ത സ്റ്റോപ്പ് വന്നപ്പോൾ അത്യാവശ്യം ആൾക്കാർ കയറി. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ലോക്കൽ ബസ്സിൽ ഉള്ള ഇത്. നമ്മൾ നേരെ കുളുവിലെത്തും. അത്രയ്ക്ക് മണാലിൻ്റെ അത്ര തണുപ്പ് ഉണ്ടായിരുന്നില്ല. പോവുക ഈ റോഡ് സൈഡിലൊക്കെ അത്യാവശ്യം തണുപ്പ് കുറഞ്ഞ് വരുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നാലും നമ്മൾ ജാക്കറ്റ് ഇട്ടിട്ട് ഇറ്റൊക്കെ പോയിരുന്നത്. എല്ലാ സൈഡും മലകളായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അത്യാവശ്യം ടൂറിസ്റ്റ് ഉള്ള ടൈമല്ല നമ്മൾ പോയത്. അതുകൊണ്ട് അധിക സ്ഥലങ്ങളിലൊന്നും റഷ് ഉണ്ടായിരുന്നില്ല. പിന്നെ മണാലിത്തെ റോഡൊക്കെ ഇപ്പോൾ വലുതാക്കി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ആദ്യം നമ്മൾ ഒരു 3 കൊല്ലം മുന്നേ വന്നപ്പോൾ ഇവിടുത്തെ റോഡും കാര്യങ്ങളൊക്കെ വളരെ ചെറിയ റോഡായിരുന്നു. അതിൻ്റെ ആക്സസും കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടുത്തെ ഒരു കാര്യം, മഴപ്പാച്ചിലൊക്കെ വന്നാൽ ഏതിൽ കൂടെ വെള്ളം പോവുകയെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ടോട്ടലി ഇത് ലോസ് ആവാനും ചാൻസ് ഉണ്ട്. അങ്ങനെ പെട്രോൾ പമ്പിൽ നിർത്തി. നമ്മൾ വിചാരിച്ച് പെട്രോൾ അടിക്കാം. അപ്പോൾ ഏകദേശം നമ്മൾ കുലുവിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുലു ബസ് സ്റ്റാൻഡിൽ നമ്മൾ ഇറങ്ങി. ഇനി നേരെ ബുന്ദർക്കുള്ള ബസ് പിടിക്കണം. ഇസാഖ് ഭായി അവിടുന്ന് ബൈക്കിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഗൈഡ് ചെയ്യുന്നത് ഇപ്രാവശ്യം ഷാജിയാണ്. അപ്പോൾ ഷാജി നമ്മൾ നേരെ ബുന്ദർക്കുള്ള ബസ്സിൽ കയറി. ബുന്ദർക്കുള്ള ബസ് ലാസ്റ്റത്തെ ബസ്സായിരുന്നു. എങ്ങനെ നമുക്കിന്ന് കിട്ടൂല എന്നൊക്കെ വിചാരിച്ചതായിരുന്നു. നമുക്ക് കിട്ടി.
ഇനി നമ്മൾ ബുന്ദറിൽ ആണ് ഇസാഖ് ഭായ് ഫാമിലിയോടെ താമസിക്കുന്നത്. ആൾ വൈഫും കുട്ടികളൊക്കെ കൂടെ ആയിട്ടുണ്ട്. ഇപ്പോൾ കുട്ടികൾ വെക്കേഷൻ ആയതുകൊണ്ട് അവർ നാട്ടിലേക്ക് പോയതാണ്. അപ്പോൾ ഇനി 2 ദിവസം നമ്മളവിടെ ബുന്ദറിലുണ്ടാവും. ബുന്ദറിൽ കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല, റൂമിലിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പുറത്തിറങ്ങണില്ല, കുറച്ച് ഒരു ദിവസം ഒന്ന് റെസ്റ്റ് എടുക്കുക എന്നാണ്. അങ്ങനെ ഇതാണ് ബുന്ദറത്തെ വീട്, കിച്ചണും അതിൻ്റെ ഇതൊക്കെ പിറ്റേന്ന് രാവിലത്തെയാണ്. കാരണം രാത്രി നമ്മൾ നല്ല ടയേർഡായിരുന്നു, കുറച്ച് ലേറ്റായിട്ട് വന്ന് ഭക്ഷണമൊന്നും കഴിക്കാമെന്നില്ല, നേരെ കിടന്നുറങ്ങുക. രാവിലെ ഒരു കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ ഇരുന്ന് കട്ടനൊക്കെ കുടിക്കുന്ന ലൊക്കേഷനൊക്കെ. ബുന്ദർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു ആളുകളുള്ള സ്ഥലമാണ്. ബുന്ദറിൻ്റെ സംഭവം എന്താ വെച്ചാൽ 2 ദിവസം കഴിഞ്ഞപ്പോത്തിന് ഈ മലയിൽ നിന്ന് വെള്ളം ഇതായിട്ട് ഈ ഒരു സൈഡ് തന്നെ ഒലിച്ച് പോയിട്ടുണ്ട്. ഇവിടെ അല്ല, കുറച്ചപ്പുറത്ത് മൊത്തമായിട്ട് വണ്ടികൾക്കും ഇതിനൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയിൽ പറയാം. അപ്പോൾ എപ്പോഴാണ് ഇവിടെ മഴ വരുന്നെന്നോ എപ്പോഴാണ് ഇവിടെ വെള്ളപ്പൊക്കമാവുന്നൊന്നും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇതാണ് ഫാസിൽ ഭായ് കോഴിക്കോടാണ്, സാജിൻ്റെ ഫ്രണ്ടാണ്. നമ്മൾ ഈ ട്രിപ്പിൽ പരിചയപ്പെട്ടാണ്. ഇസാബിൻ്റെ വീട്ടിൽ നിന്ന് കാണുന്ന വ്യൂ ആണ്. ഇവർ രാവിലെ എണീറ്റാൽ നമുക്ക് ഇവിടുന്ന് ഒരു ചായയും കുടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് നോക്കിയിരിക്കാനുണ്ടല്ലോ, അടിപൊളിയാവും. അപ്പോൾ നിങ്ങളെന്തായാലും ഇവരെ കോണ്ടാക്ട് ചെയ്യാതെ മറക്കണ്ട. എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ടൂർ പാക്കേജ് ഇവർ സെറ്റ് ചെയ്യും. അപ്പോഴത്തേന് സാജി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളിലൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ആൾ കഞ്ഞിയാണ്. കഞ്ഞി കാരണം നമ്മളെ ഫാസിൽ ഭായിൻ്റെ എൻ്റെ പേരും ഫാസിൽ എന്നാണ്, ഇതും ഫാസിലാണ്. അപ്പോൾ ഈ ഫാസിൽ ഭായിക്ക് നല്ല ഫുഡ് പോയ്സൺ അടിച്ചിട്ട് ആൾ വാഷ്റൂമൊന്നും ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ആൾക്ക് കഞ്ഞും ഞങ്ങൾക്ക് ബ്രെഡും പിന്നെ സോയാബീൻസിൻ്റെ കറി പോലെ ഒന്ന് വരട്ടിയിട്ടുണ്ടായിന്, നമ്മൾ ഇറച്ചി കറിയൊക്കെ ഉണ്ടാക്കുന്ന മാതിരി. പിന്നെ നമ്മൾ നേരെ ബുന്ദറിൽ നിന്ന് ഇറങ്ങി. പിറ്റേ ദിവസമാണ് സംഭവം. പിന്നെ അന്നൊന്നും നടന്നിട്ടില്ല. ബുന്ദറിൽ നമ്മൾ നേരെ മാർക്കറ്റിൻ്റെ അടുത്താണ് അവിടെ ബുന്ദർ ബസ് സ്റ്റേഷൻ ഉള്ളത്. അപ്പോൾ പോകുമ്പോൾ ഒരു കുട്ടീനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ കുട്ടീൻ്റെ വീഡിയോസ് കുറച്ച് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാണ് ബുന്ദറിൻ്റെ സ്ട്രീറ്റ് മെയിൻ റോഡ്. ഇതിലിങ്ങനെ നടന്ന് നമ്മൾ ഓരോരുത്തർ വരുന്നത് അവരുടെ ഡ്രസ്സിങ്ങിൻ്റെതും അവരിതൊക്കെ പറഞ്ഞില്ലേ, നമുക്കൊരു ഇത് എടുത്തിട്ടിട്ട് ഇറങ്ങിയാൽ മതി. നമ്മുടെ നാട്ടിൽ ഒരു ടീഷർട്ട് ഇത് ഇവർക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇറങ്ങാൻ പറ്റും. ഇവർ ഇറങ്ങുമ്പോൾ കോട്ടും അതിൻ്റെ മേലെ ഒരു ജാക്കറ്റ്, ഷാള്, അങ്ങനെ എന്തൊക്കെയോ ഇട്ടിട്ടാണ് ഇവർ ഇറങ്ങുന്നത്. അപ്പോൾ ഇവർ ഒരു ഡ്രസ്സ് എടുക്കാൻ പോയാൽ എന്തൊക്കെയോ വാങ്ങിക്കണം എന്നൊന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെ ഇതാണ് മാർക്കറ്റ് ഏരിയ, ബുന്ദറിൻ്റെ മാർക്കറ്റ് ഏരിയ. അധികം തിരക്കൊന്നുമില്ല. ഇങ്ങനെ നമ്മൾ നടന്ന് റാൻഡമായിട്ട് കുറേ ക്ലിക്കുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരെ ഫേസ് വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാൻ ഇൻസ്റ്റയിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതാണ്. ഇങ്ങനെ ഒന്ന് ഇതിലേക്ക് നടന്ന് നമ്മൾ നാട്ടിലത്തെ മാതിരി തന്നെ ഒരു ചെറിയ സ്ട്രീറ്റ് എന്നൊക്കെ പറയാം. അവിടുത്തെ പച്ചക്കറി കട, സാധനം ഫ്രഷായിരുന്നു കേട്ടോ. പിന്നെ ഇവരെ മെയിൻ സാധനം പൊറാട്ട ആണ് ഇവർ മെയിൻ. പൊറാട്ടൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഇടാൻ പറ്റുമോ അതൊക്കെ ഇട്ടിട്ട് അവർ പൊറാട്ടൻ്റെ ആലു പൊറോട്ട ഉണ്ട്, സബ്ജി പൊറോട്ട ഉണ്ട്, അങ്ങനെ എന്തൊക്കെ പൊറാട്ടകളുണ്ട് ഇവിടെ. പക്ഷേ നമ്മൾ എന്നാണോ ഈ നോർത്ത് ഇന്ത്യക്ക് വരുന്നത് ഈ പൊറാട്ടൻ്റെ പല ഐറ്റംസ് കഴിക്കും. ഫസ്റ്റ് ദിവസമൊക്കെ ഭയങ്കര രസമാവും, പിന്നെ ഈ സാധനം നമുക്ക് കഴിക്കാൻ പറ്റില്ല. അത് അനുഭവം കൊണ്ട് പറയാട്ടോ. ഫസ്റ്റ് ദിവസമൊക്കെ നമ്മൾ ചപ്പാത്തി കഴിക്കുന്ന മാതിരി ഇതിൽ കറിയോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പൊതുവായിട്ട്. അങ്ങനെ നമ്മൾ ഗർസേക്കുള്ള ബസ് കിട്ടി. ഗർസയിൽ നിന്ന് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ നമുക്കൊരു 8000 അടി മേലേക്ക് നമുക്ക് ഇത് കയറണം, ഓഫ് റോഡ് കയറണം. അവിടെയായിരുന്നു നമ്മൾ പളുകി വില്ലേജ് വരുന്നത്. അങ്ങനെ ഏകദേശം ബസ്സിലൊക്കെ കയറിയിരുന്ന് നമ്മൾ അപ്പോഴത്തിന് എല്ലാവരും നാട്ടുകാരൊക്കെ ഇങ്ങനെ കയറി തുടങ്ങി. ഞങ്ങൾ അടുത്ത യാത്രയ്ക്ക് ഇങ്ങനെ തയ്യാറെടുത്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴത്തിന് ഫാസിൽ ഭായിൻ്റെ ഏകദേശം വയറൊക്കെ ഉഷാറായി. അങ്ങനെ കണ്ടക്ടർ വന്ന് ടിക്കറ്റൊക്കെ എടുത്ത്, കുറച്ച് ഗൗരവമുള്ള ആളായിരുന്നു.
അങ്ങനെ ഒരു അപ്പൂപ്പൻ ഉണ്ടായിരുന്നു അവിടെ. അപ്പൂപ്പനൊരു ഫോട്ടോ ഒക്കെ എടുത്തു കൊടുത്ത് ആൾ ഹാപ്പിയായി. അങ്ങനെ ഓരോരുത്തർ കയറി വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ബസ് എടുത്ത് ഈ വ്യൂ ഒക്കെ ഒന്ന് നോക്കി. ഇങ്ങനെ വീഡിയോയിൽ കാണുന്ന വ്യൂ അല്ല കേട്ടോ, നേരിട്ട് കാണുമ്പോൾ ഇതിന് വേറെ തന്നെ ഒരു ഭംഗിയുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്നവർ എന്തായാലും ഇതൊന്നും മനസ്സിൽ കുറിച്ച് വെച്ചാൽ ഒരു ദിവസം നമ്മൾ അവിടെ എത്തും എന്നുള്ളത് നിങ്ങളൊന്ന് കണ്ടിട്ട് ഇതുവരെ. അങ്ങനെ എനിക്ക് സീറ്റ് കിട്ടിയില്ല, മറ്റുള്ളവർക്കൊക്കെ സീറ്റ് കിട്ടി. അങ്ങനെ ഞാൻ നിൽക്കുകയാണ്. നിങ്ങൾ ഈ കണ്ടക്ടറിനെ ശ്രദ്ധിച്ചവരെ. പിന്നെ ഒരു കുട്ടീനെ കളിപ്പിച്ചൊരു അമ്മയുണ്ടായിരുന്നു, അതൊക്കെ വീഡിയോ എടുത്ത് നമ്മൾ. അപ്പോൾ ഇങ്ങനെ ആൾക്കാർ ഇറങ്ങുന്നുണ്ട്. സ്റ്റോപ്പ് വരുമ്പോൾ വേറെ വേറെ ഗ്രാമങ്ങൾ, വേറെ വേറെ സ്ഥലങ്ങൾ, വേറെ വേറെ ആൾക്കാർ. അപ്പോൾ ഈ കണ്ടക്ടർ നോക്കി, കണ്ടക്ടർ ഏതൊരു മിലിറ്ററി ഓഫീസറൊക്കെ മാതിരി, എക്സ് മിലിറ്ററി ഒക്കെ മാതിരി ഭയങ്കര രസമായിരുന്നു. ആളൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് സർപ്രൈസൊക്കെ ചെയ്തിട്ടോ ആൾ ഹാപ്പിയായി. നമുക്ക് ഒരാളെ സന്തോഷം കാണുമ്പോഴല്ലേ ഇത്. പിന്നെ ഇവിടുത്തെ ഡ്രൈവിംഗ് ഒക്കെ വേറെ ലെവലാണ്. ഓഫ് റോഡ് ഇവിടെ ഡ്രൈവിങ്ങിന് റൂൾസ് ഇല്ല, പോകുന്ന വിധത്തിന് റൂൾസ് ഇല്ല, ഒന്നിനും റൂളൊന്നും കാര്യമില്ല. പോലീസ് എവിടെയൊക്കെ നിന്നിട്ട് ഫൈനൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ ഇവർ പോണടത്ത് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഡ്രൈവർ ഭയങ്കര ഗൗരവത്തിലായിരുന്നു. ഇനി കുറച്ച് കഴിഞ്ഞപ്പോൾ ആളെ ഫോട്ടോ എടുത്തൊന്ന് കാണിച്ചു കൊടുത്ത് ആൾ കൂളാവും. അങ്ങനെ ഏകദേശം 2.5 മണിക്കൂറിൻ്റെ ശേഷം നമ്മൾ ഗർസ എത്തി. ഗർസിൽ ഇതാണ് അസീബ്ക്കയാണ് ഇവിടെ നമ്മളെ ഹോസ്റ്റ് ചെയ്യുന്നത്. അസീബ്ക്കൻ്റെ ഒരു പ്രോപ്പർട്ടി പൽഗിയിലുണ്ട്. പൽഗിയിലുള്ള പ്രോപ്പർട്ടിയിലാണ് നമ്മൾ നിൽക്കാൻ പോകുന്നത്. ഇനി ഇവിടുന്ന് ഒരു വണ്ടിയും വിളിച്ചിട്ട് നമുക്ക് ഒരു 8,000 അടി മേലേക്ക് കയറണം. ഈ കാണുന്ന മലകളുടെ എവിടുതോ ഒരു ഭാഗത്താണ് പൽഗി ഉള്ളത്. അതൊരു മലയോര ഗ്രാമമാണ്. വെറും 24 കുടുംബം മാത്രം താമസിക്കുന്ന ഒരു ഗ്രാമം. നമ്മളവിടെ ഒരു വണ്ടിയും കാത്തു നിന്നപ്പോഴത്തേന് നമ്മൾ ഇത് മറന്നു വെച്ച് പോയി. ഒരു ടെൻറ്റ് ആ ബസ്സിൽ മറന്നു വെച്ച് പോയി. അങ്ങനെ അത് എടുക്കാൻ വേണ്ടി അസീബ്ക്കയും ഇസാഖ് ബായും കൂടി അങ്ങോട്ട് പോയ സ്ഥിതിക്ക് നമ്മളെന്തൊരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അടുത്തുള്ളൊരു ദീദീൻ്റെ കടയിലേക്ക് കയറി. ദീദീനെ കണ്ടപ്പോൾ ജിൻഷാദ് ഫോട്ടോ എടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഫോട്ടോ ഒക്കെ ദീദി എന്തോ ആൾക്ക് നാണം വരുന്നുണ്ട് ഇതൊക്കെയാണ്. അങ്ങനെ നിന്നെടുത്ത് ജിൻഷാദ് എല്ലാവരും കൊടുത്ത് അവരും ഹാപ്പിയായി. ഇനി അപ്പോൾ തന്നെ നമ്മളൊരു ചായയും പറഞ്ഞ് അസീബ്ക്ക പോകുമ്പോൾ ഇയാളെയാണ് നമ്മൾ ഏൽപ്പിച്ചത് കാര്യങ്ങളൊക്കെ നോക്കിയെന്ന് പറഞ്ഞിട്ട്. ഇയാളോട് എന്തോ അക്കുവിനെ പറ്റി പറഞ്ഞപ്പോൾ ആളുകൾ തെറ്റിദ്ധരിച്ചിരിക്കണം. അക്കുവിനെ ഞാൻ കൊണ്ടുപോയിക്കോളാം, ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞു. പിന്നെ അക്കുവിൻ്റെ പിന്നാലെ ഇരുന്ന ആൾ എന്താണ് ആൾ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായില്ല. ആളെന്തോ തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്നുള്ളത് നമുക്ക് നല്ലോണം മനസ്സിലായി. ആൾ അക്കുവിനെ വിട്ട് പോവില്ലായിരുന്നു. അവസാനം പറഞ്ഞ് മനസ്സിലായി കേട്ട് അങ്ങനത്തെ ആളല്ല എന്നുള്ളത്. അപ്പോഴാണ് പിന്നെ അത് സെറ്റായത്. ഞങ്ങൾ എന്ത് ചെയ്ത് ചായ കുടിച്ച പാടന്നെ മേലെ തന്നെ ഫുഡ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പൊറാട്ട പറഞ്ഞ് ആലു പൊറോട്ടയാണ് പറഞ്ഞത് കേട്ടോ. ആലു പൊറോട്ട ഉണ്ടാക്കുന്ന കുക്കാണ്. കുക്ക് അടാറ് ലുക്കും അടാറ് സൈസും. നമ്മളിവിടുത്തെ വലിയ പയറുണ്ടല്ലോ, പയറിൻ്റെ അത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമല്ലോ, ആ സാധനമായിരുന്നു ഇവിടെ. അതിൻ്റെ കൊണ്ടുള്ള കറിയായിരുന്നു ഇവർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇവരെ ഫുഡ്. അത് പറയാനല്ലോ നമ്മൾ. അപ്പോൾ ഇതാണ് പൊറാട്ട. ജീവിതം ഈ പൊറാട്ടയിൽ തീരും എന്ന് പറഞ്ഞ മാതിരി ഇനി അങ്ങോട്ട് പൊറാട്ട തന്നെ എന്ന് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഏകദേശം മടുത്തതായിരുന്നു. പൊറാട്ട ഫസ്റ്റൊക്കെ കഴിക്കാൻ ഭയങ്കര രസമായിരുന്നു. പിന്നെ കഴിച്ച് ആകെ പൊറാട്ട മാത്രമായിപ്പോയി. അപ്പോൾ അത് കാണുമ്പോൾ ഒരു ചെറിയൊരു ബേജാറുണ്ട്, ഇനി ഈ പൊറാട്ട ആയി മാറുമോ എന്നുള്ളത്. പക്ഷേ അങ്ങനെയല്ല. ഈ പ്രാവശ്യത്തെ ട്രിപ്പിൽ നമ്മൾ ഇവരെ കൂടെ ആയതുകൊണ്ട്, ഇസാഖ് ഭായിൻ്റെയും ഇവരെ കൂടെ ആയതുകൊണ്ട് ഈ പൊറാട്ട അധികം കഴിക്കേണ്ട അവസ്ഥയില്ല. ഇത് ഞങ്ങളെ തീരുമാനമായിരുന്നു ഇവിടുന്ന് കഴിക്കുന്നത്. അസീബ്ക്ക് ഒരിക്കലും ഇത് കഴിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവിടെ മേലെ പോയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാമെന്നാണ് പറഞ്ഞത്. നല്ല കട്ടിയുള്ള ചപ്പാത്തി ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ആലു ഇതൊക്കെ വെച്ചിട്ട് അതങ്ങനെ പരത്തുന്നതാണ് ആലു പൊറോട്ട എന്ന് പറഞ്ഞത്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കറി. ഒരു കുറുമ പോലെ ആ പയറിലിട്ടിട്ടാണ്. ഇത് നമ്മൾ പ്രോട്ടീൻ കടല എന്നൊക്കെ പറയും ഇവിടെ. എന്താണ് പേര് പറയുന്നത് നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഇങ്ങനെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് എന്താണ് ഓരോരുത്തർ ഒരു പൊറോട്ട പറഞ്ഞ്
അത്യാവശ്യം 2 പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ട്. കാരണം അത്ര കട്ടിക്കാണ് ഉണ്ടാക്കുന്നത്. ഉള്ളിൽ ആലും ഉണ്ട്. നല്ലൊരു ക്വാണ്ടിറ്റി തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ സിഫ്ഖാനായിട്ടൊക്കെ ഒന്ന് പരിചയപ്പെട്ട് എന്താ ഇവിടെ നിന്നൊക്കെ പരിചയപ്പെടുമ്പോൾ ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മൾ എത്രയോ കാലങ്ങളോളം പരിചയമുള്ള ആൾക്കാരെ പോലെ ഒരു 10 മിനിറ്റ് അരമണിക്കൂർ കൊണ്ടാവും. നമുക്ക് ആരെയും ജഡ്ജ് ചെയ്യാനുമില്ല, ആരെങ്ങനത്തെ ആയാലും കുഴപ്പമില്ല, നമ്മൾ യാത്രയിലാണ്. അപ്പോൾ എല്ലാവരും പിന്നെ ഈ ഒരു ഇത് അങ്ങനെ നോ എയർ ബാഗ്സ് വി ഡൈ ലൈക്ക് റിയൽ. അപ്പോൾ ഏകദേശം ഒരു 10-15 കിലോമീറ്റർ ഹൈറ്റൊക്കെ നമുക്ക് ഇനി ഓഫ് റോഡ് ചെയ്യാനുള്ളതാണ്. ആ വണ്ടിയിലാണ് കയറിയുള്ളത്. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ പൽഗിയിലെത്തിയ പൽഗി ഗ്രാമങ്ങളൊക്കെ പറ്റിയിട്ട് നമ്മൾ ചെയ്യാം. പൽഗിക്കുള്ള ഓഫ് റോഡ് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അത് അടുത്ത വീഡിയോയിൽ എന്തായാലും നമ്മൾ ചെയ്യാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. അതില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അടുത്ത വീഡിയോ കാണാം. അതേ വീഡിയോ ബൈ കിസ.